നമസ്കാരം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തൊഴിലാണ് ഡോക്ടർമാരുടേത്. കാരണം എന്താണ് എന്ന് പറഞ്ഞാൽ, ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന പണിയല്ല അത്. വളരെ സൂക്ഷ്മമായി പഠിച്ച് ചെയ്യേണ്ട ഒരു തൊഴിലാണ്. ലോകത്തിലെ എല്ലാ തൊഴിലുകൾക്കും അബദ്ധങ്ങൾ പറ്റുന്നത് സ്വാഭാവികമാണ്. അത് ഏത് തൊഴിലെടുക്കുന്നവരുടെ ആണെങ്കിലും ഏതൊരാളുടെ ജീവിതം നോക്കുകയാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. അബദ്ധങ്ങൾ പറ്റും. എന്നാൽ ചില ജോലികളിൽ അബദ്ധം പറ്റുന്നത് മറ്റൊരാളുടെ ജീവന് തന്നെ ആപത്താകുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, ഒരു ഫാർമസിയിൽ ജോലി ചെയ്യുന്ന വ്യക്തി ഹാർട്ട് പേഷ്യന്റിന് കൊടുക്കേണ്ട മരുന്ന് മാറി വേറൊരു ഗുളികയാണ് കൊടുക്കുന്നതെങ്കിൽ അത് അയാളുടെ ജീവന് തന്നെ ആപത്ത് പറ്റുന്ന കാര്യമാണ്. വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു തൊഴിലാണ് മെഡിക്കൽ ഫീൽഡിലെ ജോലികൾ എല്ലാം തന്നെ. ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ. 6ാം വിരൽ നീക്കം ചെയ്യാനെത്തിയ 4 വയസ്സുകാരിക്ക് നാവിന് ശസ്ത്രക്രിയ നടത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് സംഭവം നടന്നത്. കോഴിക്കോട് ചെറുവണ്ണൂർ മധുര ബസാർ സ്വദേശിനിയായ 4 വയസ്സുകാരിക്കാണ് ശസ്ത്രക്രിയ മാറി ചെയ്തത്. കയ്യിലെ 6ാം വിരൽ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയക്ക് എത്തിയ കുട്ടിയുടെ നാവിൽ ശസ്ത്രക്രിയ നടത്തുകയാണ് ഉണ്ടായത്. പിന്നീട് മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ 6ാം വിരൽ നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. അതേസമയം കുട്ടിയുടെ നാവിനും തടസ്സം ഉണ്ടായിരുന്നതായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്നും കുടുംബം പറയുന്നു. അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ നടപടി എടുത്തിട്ടുള്ളത്. അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. തുടർ നടപടികൾ അന്വേഷണത്തിന് ശേഷം മാത്രമേ സ്വീകരിക്കാനാവൂ എന്നും കോഴിക്കോട് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ചികിത്സാ പിഴവ് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകുമെന്ന് കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടാകരുതെന്ന് കുട്ടിയുടെ അച്ഛൻ പറയുന്നു. സമാന പേരുള്ള 2 പേരുടെ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ വന്ന പിഴവ് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. കുട്ടിക്ക് നാവിന് പ്രശ്നം ഉണ്ടായിരുന്നില്ലെന്നും അച്ഛൻ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ശസ്ത്രക്രിയ മൂലം കുട്ടിക്ക് ഭാവിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആശുപത്രി അധികൃതർ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ശസ്ത്രക്രിയക്കിടെ ഉപകരണം വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ ഹർഷീന ഇപ്പോഴും നീതിക്കായി പോരാട്ടം തുടരുകയാണ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.